ശ്രീകൃഷ്ണ ജയന്തി ആഘോഷങ്ങൾക്കിടയിൽ ആക്രമണം അഴിച്ചുവിട്ട CPM ക്രിമിനലുകളെ സംരക്ഷിച്ച പോലീസ്. പ്രതികൾ അതിക്രമം നടത്തിയ വീഡിയോ ദൃശ്യങ്ങളടക്കം തെളിവ് സഹിതം ഹാജരാക്കിയിട്ടും പ്രതികൾക്ക് ഒളിവിൽ പോകാനുള്ള സാവകാശം ഒരുക്കിക്കൊടുത്തത് പോലീസാണെന്നുള്ള ആരോപണം ശക്തമാവുകയാണ്. പ്രതികളെ അറസ്റ്റ് ചെയ്യാത്തതിൽ പ്രതിഷേധം കടുപ്പിച്ചിരിക്കുകയാണ് BJP. ശ്രീകൃഷ്ണ ജയന്തി ഘോഷയാത്രക്കിടെ ഒരു പറ്റം CPM DYFI പ്രവർത്തകർ അതിക്രമിച്ചു കയറുകയും രാമന്റെ പാട്ടിനൊത്ത് നൃത്തം ചെയ്യുകയാണോ എന്ന് ചോദിച്ചുകൊണ്ട് സ്ത്രീകളെയും കുട്ടികൾക്ക് നേരെയും അതിക്രമം അഴിച്ചുവിടുകയും ചെയ്തു. ഇത് ഇന്നലെ നടന്ന സംഭവമാണ്. ഈ ബാലഗോകുലത്തിന്റെ അധികൃതർ ഇന്നലെ തന്നെ കുറ്റ്യാടി പോലീസ് ഈ സംഭവവുമായി ബന്ധപ്പെട്ട് പരാതി നൽകിയിരുന്നു. അന്വേഷിക്കാമെന്ന് ആ സമയം മുതൽ പോലീസ് പറയുന്നുണ്ട്. പക്ഷേ ഈ കേസിൽ കണ്ടാലറിയാവുന്ന 8 CPM DYFI പ്രവർത്തകർക്ക് ഇവരുടെ വീഡിയോ സഹിതം ഈ ബാലഗോകുലത്തിന്റെ പ്രവർത്തകർ കുറ്റ്യാടി പോലീസിൽ പരാതി നൽകിയിരുന്നു. പക്ഷേ ഒരു രീതിയിലുള്ള നടപടിയും ഉണ്ടായിട്ടില്ല. ഈ അക്രമത്തിൽ പങ്കാളികളായിട്ടുള്ള ഒരു CPM പ്രവർത്തകർക്കെതിരെ ഒരു നടപടിയും ഉണ്ടായിട്ടില്ല. പ്രതികളൊക്കെ ഒളിവിലാണ് എന്നാണ് ഏറ്റവും ഒടുവിൽ കുറ്റ്യാടി പോലീസ് പറയുന്നത്. അതായത് ഇന്നലെ മുതൽ ഇന്ന് ഉച്ചവരെയുള്ള സമയം പ്രതികൾക്ക് കൃത്യമായി ഒളിവിൽ പോകാനുള്ള ഒരു സൗകര്യം അത് പോലീസ് ഒരുക്കി കൊടുത്തു എന്ന വലിയ ഗുരുതരമായിട്ടുള്ള ഒരു ആരോപണം ഇപ്പോൾ ഉയരുന്നുണ്ട്. എന്തായാലും ഈ വിഷയവുമായി ബന്ധപ്പെട്ട് കുറ്റ്യാടിയിൽ BJP യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ വലിയ പ്രതിഷേധമാണ് ഇന്ന് വൈകുന്നേരം സംഘടിപ്പിച്ചത്. അതായത് ഈ 8 CPM ഗുണ്ടകളെ ഒരു രീതിയിലും പിടിക്കാൻ പോലീസ് എന്തുകൊണ്ടാണ് ശ്രമിക്കാത്തത്, അവരെ ഒളിവിൽ പോകാൻ പോലീസ് എന്തിനു സമ്മതിച്ചു എന്നതടക്കമുള്ള കാര്യങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ടാണ് BJP യുവമോർച്ച പ്രവർത്തകരുടെ നേതൃത്വത്തിൽ ഇന്ന് വലിയ പ്രതിഷേധം കുറ്റ്യാടി പ്രദേശത്ത് നടന്നത്. പക്ഷേ അപ്പോൾ പോലും യാതൊരുവിധ പ്രകോപനവുമില്ലാതെ നല്ല രീതിയിൽ നടന്നിരുന്ന ആ ഘോഷയാത്ര അതിലേക്ക് രാമന്റെ പാട്ട് വെക്കാൻ പാടില്ല എന്ന് പറഞ്ഞുകൊണ്ടാണ് ഈ CPM പ്രവർത്തകർ അതിക്രമിച്ചു കയറി ഈ രീതിയിലുള്ള അതിക്രമവും മർദ്ദനവും ഒക്കെ ഉണ്ടായത്. അതുമാത്രമല്ല അവിടെ ഉണ്ടായിരുന്ന ഒരു കീർത്തന എന്ന് പറയുന്ന ഒരു യുവതിയുടെ മുടിക്ക് കുത്തിന് പിടിക്കുകയും കരണത്തടിക്കുകയും അടക്കമുള്ള സംഭവങ്ങൾ നടന്നിരുന്നു. രാമന്റെ പാട്ടിനൊത്ത് നൃത്തം ചെയ്യുന്നു എന്ന് ചോദിച്ചുകൊണ്ടായിരുന്നു മർദ്ദനം. ഈ രീതിയിലുള്ള അതിക്രമം CPMന്റെ പ്രവർത്തകരുടെ ഭാഗത്ത് നിന്നുണ്ടായിട്ട് പോലും പോലീസിന്റെ ഭാഗത്ത് നിന്ന് ഒരു അഴകുഴഞ്ചൻ നടപടിയാണ് ഉണ്ടായിട്ടുള്ളത്. പോലീസും ഈ ക്രിമിനലുകളും CPM ക്രിമിനലുകളും തമ്മിൽ ഒത്തുകളിക്കുകയാണ് എന്നൊരു ആരോപണം നേരത്തെ തന്നെ BJP ഉന്നയിച്ചിരുന്നു. അത് ശരിവെക്കുന്നതാണ് ഈ പോലീസിന്റെ ഭാഗത്തു നിന്ന് ഇപ്പോൾ വരുന്ന നടപടികൾ. അതായത് ക്രിമിനലുകളായ CPM പ്രവർത്തകരെ പിടികൂടാൻ പോലീസിന് ഇതുവരെ സാധിച്ചിട്ടില്ല എന്നതാണ്. വരും ദിവസങ്ങളിലും പ്രതിഷേധം ശക്തമാക്കാൻ തന്നെയാണ് പ്രദേശത്തെ BJP അതുപോലെ തന്നെ യുവമോർച്ച പ്രവർത്തകരുടെ തീരുമാനം.